പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ ഇ.ഡി. റെയ്ഡിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇ.ഡി. റെയ്ഡിനെ വിമർശിക്കില്ല എന്നും റെയ്ഡ് നടത്തിയത് ഹൈക്കോടതി അനുമതി പ്രകാരമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുമായുള്ള തന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് റെയ്ഡ് എന്ന വിമർശനത്തെയും മുഖ്യമന്ത്രി പരിഹസിച്ച് തള്ളി. വിഷയത്തിൽ എപ്പോൾ പ്രതികരിക്കണം എന്നുള്ള അവകാശം തനിക്ക് വിട്ടുതരണമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം CMRൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങിയെന്ന് ഇന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. ഇതിനിടെ ഇ.ഡി. തന്നെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകളെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ ഇന്ന് തള്ളി. ഇ.ഡി. തന്റെ മകളുടെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചു എന്നത് വസ്തുതയാണെന്നും ഇന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. 2 ദിവസത്തെ മൗനത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം തൃപ്തികരമോ? ഇ.ഡി. അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകളെ ശരിവെക്കുന്നതായിരുന്നോ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് പിന്നാലെയാണ് പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. പരിശോധന നടന്നത് എന്ന പ്രതിപക്ഷ ആരോപണത്തെ മുഖ്യമന്ത്രി പരിഹസിച്ച് തള്ളി. താൻ ആവശ്യപ്പെട്ടാൽ ഉടൻ പ്രധാനമന്ത്രി ഇ.ഡിക്ക് നിർദ്ദേശം നൽകുമെന്ന് പറയുന്നത് അസംബന്ധമാണെന്നും CPM നേതാക്കൾ ഗൗരവം വിട്ട് ഇപ്പോൾ തമാശകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണെന്നും വി.ഡി. സതീശൻ പരിഹസിച്ചു. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ഇ.ഡിയെ കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യും. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ? അതേസമയം CMRൽ നിന്ന് കോൺഗ്രസ് പണം വാങ്ങിയെന്ന് വി.ഡി. സതീശൻ ഇന്ന് സമ്മതിച്ചു. വ്യവസായികളിൽ നിന്ന് എല്ലാ പാർട്ടികളും പണം വാങ്ങാറുണ്ടെന്നും എന്നാൽ ഇവിടെ കേസ് കള്ളപ്പണം വെളുപ്പിച്ചതിനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് CPIM ഓഫീസിൽ കയറാത്തത് പോലീസിന്റെ ബുദ്ധിപരമായ നീക്കമാണെന്നും ഇ.ഡി. സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. CMRലിൻ്റെ ആളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പണം മേടിച്ചിട്ടുണ്ട്. ആ പണം മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. ഇവിടുത്തെ കേസ് ഒരു കമ്പനിയും ആ കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മണി ലോണ്ടറിങ് ആണ്. അതുകൊണ്ടാണ് PMLA ആക്ട് വരുന്നത്. പോലീസിന് കേരള പോലീസ് വിചാരിച്ച ഏത് പാർട്ടി ഓഫീസിലേക്ക് കയറാൻ പറ്റാത്തത്? പോലീസ് ചെയ്തത് കുറച്ചുകൂടി സംഘർഷം അയവ് വരുത്താൻ. ക്രിമിനൽസും ഉണ്ട് അതിൻ്റെ ഇടയിൽ, അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തു. ഇനി കേസ് അന്വേഷണം നടക്കല്ലേ, തെറ്റ് ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല. ഇ.ഡി. തന്നെ ചോദ്യം ചെയ്തെന്ന വാർത്തകൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തള്ളി. ഉദ്യോഗസ്ഥർ തന്നോടൊന്നും ചോദിച്ചില്ല. ഇ.ഡി. മരവിപ്പിച്ചത് വീണയുടെ ഒരു അക്കൗണ്ട് മാത്രമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ ഇ.ഡി. കോൺഗ്രസിനെതിരാകുമ്പോൾ മാത്രം അവർ പ്രതികരിക്കുമെന്നും ഇപ്പോഴും കോൺഗ്രസിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നും പിണറായി വിജയൻ വിമർശിച്ചു. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു മാത്രം. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു മാത്രം. ബാങ്ക് അക്കൗണ്ട് ഈ നിങ്ങൾ ചിലർ പറയുന്നത് പോലെ ഈ എത്രയോ കൂടുതൽ നമ്പർ പറയുന്നില്ലേ, ആ നമ്പറൊന്നും വീണയുടേതല്ല. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. ഒരു അക്കൗണ്ടാണത്, അത് വസ്തുതയാണ്. ഇതാണ് ഹർഷൻ 2 ദിവസം ഈ വലിയ സംഭവങ്ങളുള്ളപ്പോൾ ഹർഷൻ 2 ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ എന്താ തോന്നുന്നത്, ഈ രണ്ടാളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇ.ഡി. റെയ്ഡ് വലിയൊരു വിഷയമായി വന്നു. അപ്പോൾ അതിനുശേഷമുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനമാണ് യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ്റേത്. ആദ്യത്തേത് എന്ന് തന്നെ പറയാവുന്ന പ്രതികരണമാണ് പിണറായി വിജയൻ്റേത്. കാരണം അന്ന് അദ്ദേഹം ഒന്നും കാര്യമായിട്ട് പറഞ്ഞിരുന്നില്ല. ഇന്നാണ് എന്നോടൊന്നും ചോദിച്ചില്ല എന്നതൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താ തോന്നുന്നത്? അല്ല, ഈ 2 പ്രതികരണങ്ങളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. വൈകിയുള്ള പ്രതികരണമാണെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വി.ഡി. സതീശൻ്റെ കാര്യത്തിൽ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലൊരു റെയ്ഡ് നടത്തിയിരിക്കുന്നു. അവിടെ മാത്രമല്ല 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നു. അതേക്കുറിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതായിരുന്നു മാധ്യമങ്ങൾക്ക് നിരന്തരം ആരായാനുണ്ടായിരുന്നത്. അതിന് പല തലങ്ങളുണ്ട്. ഒന്ന്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ഈ റെയ്ഡ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നത് ഭരണകൂടത്തിൻ്റെ ഒരു വേട്ടപ്പട്ടിയാണ് എന്നുള്ള ആരോപണം കോൺഗ്രസിനുണ്ട്. അപ്പോൾ ആ അഭിപ്രായം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്വാഭാവികമായും ഈ കാര്യത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ് എന്നറിയാൻ ഉള്ള ആകാംക്ഷ മാധ്യമങ്ങൾക്കുള്ളത്, പൊതുജനങ്ങൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നിരന്തരം സമീപിച്ചുകൊണ്ടിരുന്നത്. മാധ്യമങ്ങൾക്കൊരു കുഴപ്പം പറ്റി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി നമുക്ക് മുന്നിലുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പ്രതികരിക്കുന്നയാളായിരുന്നു. ഇപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഏത് കാര്യവും ആദ്യം നിങ്ങളോടായിരിക്കും പറയുക എന്ന്. അപ്പോൾ ഉമ്മൻചാണ്ടിയെ കണ്ട പോലെ വി.ഡി. സതീശനെ കാണാൻ തുടങ്ങി മാധ്യമങ്ങൾ. അത് കോൺഗ്രസ്സുകാരും കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ മറ്റൊന്നാണ്.
അപ്പോൾ എവിടെ വേണമെങ്കിലും പിടിച്ചു നിർത്തി അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാവുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി കൂടിയാണ്, മുഖ്യമന്ത്രിയാണ്, പ്രതിപക്ഷ നേതാവല്ല. ആരോപണം മാത്രം തൊടുക്കുക എന്നതല്ല, അതിനപ്പുറം എനിക്ക് പഠിച്ച അവധാനതയോടെ പ്രതികരിക്കാൻ കഴിയൂ എന്നതാണ് വി ഡി സതീശൻ എടുത്ത പൊതുനിലപാട്. പക്ഷേ ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണം അദ്ദേഹത്തിന് എപ്പോഴാരും മൈക്ക് വെച്ചപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് നടത്താവുന്നതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ ക്ലവറായി ആ വിഷയത്തിൽ നിന്ന് തൽക്കാലം അദ്ദേഹം ആ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ പറയുക ഞാനെല്ലാം ആ ഈ വിഷയത്തിൽ ഞാൻ പ്രതികരണം നേരത്തെ നടത്തി കഴിഞ്ഞതാണല്ലോ എന്നുള്ളതായിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള മറുപടി. ആ വിഷയത്തിലെ രാഷ്ട്രീയത്തിൽ തൊടാതെ അതിൻ്റെ സാങ്കേതികത്വത്തിൽ മാത്രം മറുപടി പറയുകയായിരുന്നു ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ചെയ്തത് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഞെട്ടിപ്പോയത് ആ കാര്യത്തിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡിൽ പ്രത്യേകിച്ച് അതിനെ എതിർക്കുന്നൊന്നുമില്ല, അത് കോടതിയുടെ അനുമതിയോടെ ഉള്ളതാണല്ലോ എന്ന്. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇടപെടലിനെയും ചോദ്യം ചെയ്യലിനെയും എല്ലാം ചെറുക്കുന്നതിന് എല്ലാ ശ്രമവും നടത്തിയിരുന്നു ആര്? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അവസാനം കോടതി കൈയൊഴിഞ്ഞപ്പോഴാണ് സ്വാഭാവികമായും ആ ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നത്. 50 മണിക്കൂറാണ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അപ്പോൾ വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവ് ഈ അഭിപ്രായം പറഞ്ഞോ? കോടതി സമ്മതിച്ചതാണല്ലോ, പിന്നെ ചോദ്യം ചെയ്ത് നടക്കട്ടെ എന്നുള്ളതാണോ ആ വിഷയത്തിലെ സമീപനം? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന ഏജൻസിയോട് എന്താണ് കോൺഗ്രസിൻ്റെ സമീപനം? അക്കാര്യത്തിൽ ഇന്ത്യയിൽ ഭരണത്തിലിരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ, കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ്റെ നിലപാട് എന്താണ്? കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെ നിരന്തരം വേട്ടയാടുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് മുമ്പേ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്താണ് നിലപാട് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണ് ഈ വിഷയത്തിൽ? അത് അറിയണ്ടേ എല്ലാവർക്കും? ആ ചോദ്യം ചോദിക്കുന്നതിൽ അവിടെ ഇന്ന് മാധ്യമപ്രവർത്തകരും പരാജയപ്പെട്ടു, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ഒഴിവാക്കി ആ സാഹചര്യത്തെ വളരെ തന്ത്രപരമായി തന്നെ അദ്ദേഹം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഇന്നത്തെ ഒരു സീനിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം. കാരണം ആ ചോദ്യം തന്നെ അവിടേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇതുപോലെ മുമ്പ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടികൾ ഉണ്ടായ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി 50 മണിക്കൂർ ചോദ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ അടക്കമുള്ളവർ, അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്, അതിശക്തമായ ഭാഷയിലാണ് പിണറായി വിജയൻ അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ആ വിഷയത്തിൽ പ്രതികരിച്ചത്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് അന്നത്തെ മുഖ്യമന്ത്രിമാർ പ്രതികരിച്ചത്? ഈ വിഷയത്തിൽ എന്താണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നുള്ളത് അറിയണ്ടേ നമുക്ക്? അപ്പോൾ അതിനോട് വളരെ തന്ത്രപരമായി അതിൻ്റെ സാങ്കേതികത്വം പറഞ്ഞ് അദ്ദേഹം ഒഴിവായി എന്നുള്ളത് ആണ് അതിനകത്തുള്ള ഒരു പ്രശ്നമായി എനിക്ക് തോന്നുന്നത്. അതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല, ആ ചോദ്യം വന്നില്ല, അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിവാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. ഇപ്പോൾ ഇത് 2,70,00,000 രൂപയുടെ കേസാണ് ഈ കേസ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ, അതായത് മുൻ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തുമ്പോഴാണ്, ഈ പറയുന്ന വീണ തൈക്കണ്ടിയിലേക്ക് എത്തുമ്പോഴാണ് ആ അളവ് കുറയുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു തലമുണ്ട്, ഈ കേസിന് വേറൊരു തലമുണ്ട് എന്നുള്ളത് നമുക്ക് കാണണം. പക്ഷേ ഇതങ്ങനെയാണോ നാഷണൽ ഹെറാൾഡ് കേസ്? അത് 10,000 കോടി 2,000 കോടിക്കും 3,000 കോടിക്കും മുകളിലേക്കാണ് ഏകദേശം കണക്ക് പറയുമ്പോൾ. ചിലരത് 30,000 കോടി എന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ അത്രയും നമ്മളതിനെ ഒരു 2,000 കോടിയുടെ കേസായി കണക്കാക്കിയാൽ പോലും അതിൻ്റെ ഒരു വലിപ്പം കുറേ കൂടി വിശാലമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കേസല്ലേ, അപ്പോൾ അതിൽ കോടതി അനുമതി കൊടുത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ അന്വേഷണം അങ്ങനെ അങ്ങ് നടക്കട്ടെ, അല്ലെ ചോദ്യം ചെയ്യൽ അങ്ങനെ നടക്കട്ടെ എന്ന സമീപനമല്ല അദ്ദേഹം പറഞ്ഞത്. ഏകാധിപതികൾക്ക് രാഷ്ട്രീയ എതിരാളികളെ ഭയമാണ് ഏകാധിപതികൾക്ക്. അതാണ് നരേന്ദ്രമോദി സർക്കാരിന് രാഹുൽ ഗാന്ധിയോടുള്ളത് എന്ന് വി ഡി സതീശൻ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമീപനമുള്ളപ്പോൾ ഈ ഒരു കേസിൽ മാത്രം, അതായത് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൺവിക്ഷൻ റേറ്റിനെ കുറിച്ച് നിരന്തരം കോൺഗ്രസ് അടക്കം ഇങ്ങനെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുർബലമായ കൺവിക്ഷൻ റേറ്റുള്ള, വളരെ കുറഞ്ഞ കൺവിക്ഷൻ റേറ്റുള്ള ഒരു അന്വേഷണ ഏജൻസി, അവർ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ വേട്ടയാടലിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏജൻസി എന്നുള്ളത് നിരന്തരം പ്രസംഗിക്കുമ്പോൾ ആ വിഷയത്തിൽ ഉള്ള അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അപ്പുറത്ത് പിണറായി വിജയൻ്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം വന്നു, അതിനെക്കുറിച്ച് കൂടി ആലോചിച്ചാൽ അദ്ദേഹം ഇന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല, ഈ ചോദ്യം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളെയാണ്, വീണ തൈക്കണ്ടിലിനെയാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരിക്കുന്നതെന്നാണ്. ആ കാര്യത്തിൽ പക്ഷേ പാർട്ടി CPIM നേതൃത്വം സമരം ചെയ്യുമ്പോഴും അവർക്കൊരു വ്യക്തത ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ പറഞ്ഞിരുന്നത് എന്താണ്? അങ്ങനെ ആയിരിക്കാം, പക്ഷേ
മണിക്കൂറുകളോളം മുൻ മുഖ്യമന്ത്രിയും CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനെ ഏതാണ്ട് തടങ്കലിൽ വെച്ചതുപോലെയാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത്. അതിലാണ് പ്രതിഷേധം എന്നാണ്. ഈ ചില ചർച്ചകളൊക്കെ ഞാൻ ഇതിന് ശേഷം കണ്ടോ പിണറായി വിജയൻ പറഞ്ഞു വീണ തൈക്കണ്ടിയിലിനെതിരെയാണ് എന്ന്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ CPM-കാരൊക്കെ സമരം ചെയ്യാൻ ഇറങ്ങിയത് എന്ന്. അത് ഒരു ലളിത യുക്തിയാണ്. കാരണം ആത്യന്തികമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിന് പിന്നാലെ കൂടിയിരിക്കുന്നത് പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ്. അതിലേക്ക് തന്നെ ആയിരിക്കും അവരതിനെ കൊണ്ട് ചെന്ന് എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് ഞാൻ ആദ്യഘട്ടത്തിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അത് ഇന്നിപ്പോൾ VD സതീശൻ നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലുണ്ട്. അത് നേരത്തെ രമേശ് ചെന്നിത്തല സമ്മതിച്ചതാണ്, PK കുഞ്ഞാലിക്കുട്ടി സമ്മതിച്ചതാണ്. അത് വേറൊന്നുമല്ല, CMRL-ന്റെ കയ്യിൽ നിന്ന് അവരെല്ലാം പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. സനീഷ്, ആ കണക്ക് കൂടി നമ്മൾ നോക്കണ്ടേ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CMRL-ന്റെ CFO-യുടെ ഡയറിക്കകത്ത് നിന്നാണ് ഈ പേരുകളും കണക്കുകളും കിട്ടുന്നത്. അത് പണം വാങ്ങിയവരുടെ പേരെങ്ങനെയാണ്? ഉമ്മൻചാണ്ടിയാണ് എന്ന് ആരോപിക്കപ്പെടുന്ന OC രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ തന്നെയാണ് എന്ന്. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു KK എന്ന പേരിൽ കിടക്കുന്നത് VK കുഞ്ഞാലിക്കുട്ടിയാണെന്ന്. PV എന്നത് പിണറായി വിജയനല്ല എന്ന് പിണറായി വിജയനും പറഞ്ഞു. ഇവർ സമ്മതിച്ചിരിക്കുകയാണ്. ഇത് നിയമപരമായി വാങ്ങിയതാണോ എന്നുള്ളത് ചോദ്യം തന്നെയല്ലേ? ഇത് നിയമപരമായാണ്. ഇവർ മാത്രമല്ല കേട്ടോ, നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ പേര് മാത്രം പറഞ്ഞു പോകുന്നതിനകത്തൊരു ശരികേടുണ്ട്. മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഒക്കെ മേടിച്ചിട്ടുണ്ട്. എത്രയാണ്? 135 കോടി രൂപ. 130, ചെറിയ കണക്കല്ലല്ലോ അത്. 135 കോടി രൂപ CMRL-ൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നു എന്ന കണക്കവിടെ സോളിഡായിട്ട് ഈ കണക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന് CMRL പിന്നീട് പറയുന്നത് തിരുത്താനുള്ള അനുമതി തേടുന്നു. അതിനുള്ള അനുമതി ഇപ്പോൾ അവർ കൊടുത്തിട്ടില്ല, കോടതി അനുവദിച്ചിട്ടില്ല. അതടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ കേസിലേക്ക് പോകുമ്പോൾ, അതായത് പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് കിട്ടിയ പണം എന്തിന്, ആ പണം എങ്ങനെ അവർ വിനിയോഗിച്ചു എന്നുള്ളത് വരുമ്പോൾ 2,70,00,000 ഈ തുക ചുരുങ്ങുന്നത്. അതിനപ്പുറത്ത് ഇതൊരു വലിയ തുകയാണ്. ആ തുകയുടെ മുഴുവൻ ഈ തുകയുടെ കണക്കിൽ അത് പെടുന്നുമില്ല. അത് മറ്റൊരു തരത്തിലാണ്. ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കഴിഞ്ഞ LDF സർക്കാരിനെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് LDF സർക്കാരിനെ കണ്ടത്, ആ സർക്കാരിൻ്റെ നല്ല മൊത്തത്തിൽ ആ ഭരണം അവസാനിക്കുമ്പോൾ എന്ത് കാര്യത്തിലൊക്കെയാണ് എനിക്ക് സംശയങ്ങളുള്ളത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യത്തിൽ എനിക്ക് സംശയം എന്തിനായിരുന്നു ഈ EWS സംവരണം കഴിഞ്ഞ സർക്കാർ നടപ്പാക്കി എന്നുള്ളതിനെ എത്ര ആലോചിച്ചിട്ടും തിരിച്ചു അല്ല എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ സേവനങ്ങൾ സംബന്ധിച്ച് എക്സാലോജിക്ക് നൽകിയ സേവനങ്ങൾ സംബന്ധിച്ച് വളരെ ക്ലാരിറ്റിയോടെയുള്ള ഒരു വിശദീകരണം എക്സാലോജിക്ക് നൽകിയിട്ടില്ല. ഈ രണ്ട് പ്രശ്നങ്ങളാണ് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത്. ആ പ്രശ്നങ്ങൾ അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതാണ് എക്സാലോജിക്ക് സംബന്ധിച്ച ആ ഒരു കാര്യമുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തെ 2 വാർത്താ സമ്മേളനങ്ങളാണ് പക്ഷേ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ വളരെ 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 രസകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ്. അതായത് മുഖാമുഖം നിൽക്കേണ്ട 2 തുല്യശക്തികൾ എന്ന തോന്നലുണ്ടാക്കുന്ന രാഷ്ട്രീയ നിലപാടുകളാണ് ഇവർ രണ്ടുപേരും എടുക്കുന്നത്. രണ്ടുപേരുടെയും ആളുകൾ ഈ പറഞ്ഞ പ്രസ്താവനയോട് യോജിക്കില്ല. അതായത് ഈ പറഞ്ഞ കോൺഗ്രസ്സിലെ പിണറായി വിജയനാണ് VD സതീശനായിട്ട് ഇപ്പോൾ പത്രക്കാരുടെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ സതീശൻ്റെ ആൾക്കാർക്കും VD സതീശൻ്റെ മുഖ്യമന്ത്രിയുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, പ്രതിപക്ഷ നേതാവിൻ്റെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ സംഭവിച്ചിരിക്കുന്ന അതാണ്. അതായത് ഹർഷൻ നേരത്തെ പറഞ്ഞു അത് കൃത്യമായിട്ട്. അതായത് ഈ പറഞ്ഞ ഉത്തരം മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട് സതീശന് മുഖ്യമന്ത്രിക്ക് എപ്പോൾ വേണമെങ്കിലും പറയാമായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. ഈ 11 തവണയും 12 തവണയും അദ്ദേഹം കഴിഞ്ഞതിന് ശേഷം വാർത്താ സമ്മേളനത്തിലെ പറയുമെന്ന് തീരുമാനമെടുത്തു. എന്തുകൊണ്ടാണ് പറയാത്തത്? എനിക്ക് തോന്നുമ്പോഴാണ് മറുപടി പറയുക കേട്ടോ എന്ന് മാധ്യമങ്ങളോടും കേരളത്തോടും പറയാനായിട്ടാണ് അദ്ദേഹം നേരത്തെ പറയാതിരുന്നത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിനോട് ഇത് പറയാം. പക്ഷേ നിങ്ങൾ വന്ന് മൈക്ക് നീട്ടിയാൽ ഉടനെ ആ മറുപടി തരും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് വൈകിപ്പിച്ചത്. ഒറ്റ കാര്യം കൂടിയുണ്ട്. അത് വേറൊന്നുമല്ല, പൂർണ്ണമായും ഈ 12 തവണ ചോദ്യം ചോദിച്ചിട്ടും ഉത്തരം പറയാത്ത വിഷയമായി ഇത് ചുരുങ്ങി. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് എന്നതിൽ നിന്ന് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞില്ല എന്നതിലേക്ക് അദ്ദേഹം ഈ വിഷയത്തെ എത്തിച്ചു. മാധ്യമങ്ങൾ അവിടെ തിരിഞ്ഞു കളിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, അതിനകത്ത് ഇപ്പം കോൺഗ്രസിലെ പിണറായി ആണെന്ന് പറയുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാർ വിചാരിക്കും സതീശൻ ഇത്രയും നല്ലൊരു നേതാവ്, ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ, പിണറായി വിജയൻ ഞങ്ങൾക്ക് വലിയ എതിർപ്പുള്ള ആളാണ്, അയാൾ അത്ര കൊള്ളാവുന്ന നേതാവല്ല, അയാളോടാണോ അദ്ദേഹത്തോടാണോ നിങ്ങൾ സതീശനെ ചേർത്ത് വെക്കുന്നതെന്ന് അവർ പറയും. പിണറായി വിജയനാണെങ്കിൽ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഇത്രയും ഉന്നതനായിട്ടുള്ള നേതാവ്, 10 കൊല്ലം കേരളം ഭരിച്ച ആൾ. അപ്പോൾ പിണറായി വിജയനെ പോലെ ഒരാളുടെ സ്റ്റേച്ചറിൽ നിന്നിട്ടാണോ നിങ്ങൾ ഇന്നലെ വന്ന VD സതീശനെ ഉന്നയിക്കുന്നതെന്ന് അവരും ചോദിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ കോൺഗ്രസിലെ പിണറായി എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ വളരെ മഹാനായിട്ടും നല്ലവനായിട്ടുള്ള നേതാവാണെന്ന് വിചാരിക്കുന്ന ആ ധാരണ കൃത്യമായിട്ടുള്ള ആളാണ് ഞാൻ. എന്നുവെച്ചാൽ പിണറായി വിജയൻ നല്ല നേതാവാണ് എന്ന് സത്യസന്ധമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ.
അപ്പോൾ ഞാൻ കോൺഗ്രസ്സിലെ പിണറായിയാണെന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല. അദ്ദേഹം പിണറായി വിജയൻ എന്തൊക്കെയാണോ കേരളത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചത് അതെല്ലാം അദ്ദേഹം പ്രദർശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അത് അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമായിക്കോട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇത് ഞാൻ കൺസിസ്റ്റൻ്റായിട്ടൊരു 10 വർഷം വരെ കൊണ്ടുപോകുമെന്നുള്ള ധാരണയായിക്കോട്ടെ, പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യമായിക്കോട്ടെ, എല്ലാം അദ്ദേഹം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് കോൺഗ്രസ്സിലെ ആളാണെന്ന് ആലോചിക്കണം. അതിൻ്റെ ചില പ്രത്യേക സംഗതികൾ അതിനകത്തുണ്ടാകും. എല്ലാ കാര്യങ്ങളും പറയുന്നത് നിങ്ങളങ്ങ് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുന്ന, പറയുന്നത് മാത്രമേ ചെയ്യൂ, ചെയ്യുന്നത് മാത്രമേ പറയുന്നുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരല്പം കോൺഗ്രസ് ടച്ച് ഉണ്ടാവും, പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതിയിൽ പോകും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നമ്മൾ ഈ മാധ്യമപ്രവർത്തകർ വന്നാൽ ഉടനെ എല്ലാം അങ്ങ് പറഞ്ഞു തരാം. നിങ്ങൾ മൈക്ക് നീട്ടിയാൽ ഉടനെ പിന്നെ ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയൊക്കെ സംസാരിക്കുന്ന പോലെ ഞാനങ്ങ് സംസാരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുണ്ടാകില്ല. എൻ്റെ സമയത്താണ് ഞാൻ പറയുക എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ഈ അഭിപ്രായം ഉണ്ടാകില്ല എന്ന ചോദ്യം ഹർഷൻ ചോദിച്ചില്ലേ? അവിടെയാണ് കോൺഗ്രസ് ടച്ച് കാണേണ്ടത്. അതായത് രാഹുൽ ഗാന്ധിയുടെ വിഷയം അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നാൽ അത് രാഹുൽ ഗാന്ധിയെയും ഗാന്ധി കുടുംബത്തെയും ഉപദ്രവിക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന വലിയ കുഴപ്പമാണ്. അത് ആർക്കും അറിഞ്ഞുകൂടാത്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പിണറായി വിജയൻ്റെ മകളുടേത് അങ്ങനത്തെ കേസല്ല. അത് ശരിക്കും ഒരു അഴിമതി കേസാണ്, പ്രശ്ന കേസാണെന്ന് അദ്ദേഹം പറയും. എന്താ അത് ഈസിയല്ലേ? അത് അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം അത് പറയും. ഇവിടെ ഞാൻ പിണറായി വിജയൻ അദ്ദേഹം തുല്യശക്തിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായത് പല ആളുകൾക്കും അത്ര പോരാ എന്നൊരു തോന്നൽ ഈ CPMകാർക്ക് തന്നെയുമുണ്ട്. അത് അദ്ദേഹത്തെ കാണാത്തതുകൊണ്ടാണ്. അതായത് 10-60 വർഷമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഈ പറയുന്ന പ്രതികൂലമായ സാഹചര്യങ്ങൾക്കിടയിലൂടെയൊക്കെ വന്നിട്ട് അവിടം വരെ എത്തിയ പിണറായി വിജയന് ഏത് നിലക്കാണ് പ്രതിപക്ഷ നേതാവ് നിലക്ക് പെർഫോം ചെയ്യാൻ പോകുന്നതെന്നുള്ള അവർ കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഹർഷനും എനിക്കും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം ഓർമ്മയുള്ള കാലമാണ് ലാവ്ലിൻ കാലം. ലാവ്ലിൻ കാലം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കാണുന്ന VD സതീശനേക്കാൾ ഒരു ഇരട്ടിയിലേറെ രാഷ്ട്രീയ ശേഷിയുള്ള, വളരെ രാഷ്ട്രീയ ശേഷിയുള്ള VS അച്യുതാനന്ദൻ എന്ന എതിരാളി സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിട്ട് എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിട്ട് അതിനകത്ത് മക്കളും കുടുംബാംഗങ്ങളും എല്ലാം പല ഭാഗത്ത് നിന്ന് വന്ന് വീണിട്ട് ഇതിനെല്ലാം അതിജീവിച്ചിട്ട് 10 വർഷം കേരളത്തിൽ ഭരണം നടത്തിയ ആളാണ് ഈ പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇദ്ദേഹം ഇരിക്കുന്നതെന്ന് ഓർക്കണം. അദ്ദേഹത്തിന് ആ കാലത്ത് നിന്ന് പിന്നെയും 10-20 കൊല്ലക്കാലത്തിന് എക്സ്പീരിയൻസ് കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അന്നത്തെ പ്രതികരണം തന്നെ നോക്കൂ ഹർഷ, അന്നത്തെ പ്രതികരണം തന്നെ നോക്കൂ. വളരെ, ഞാനത് ഇന്നലെ പറഞ്ഞു, വളരെ ഷാർപ്പായിട്ട് രാഷ്ട്രീയ ബുദ്ധിയുടെ പ്രകടനമാണ് ഈ അദ്ദേഹം കാണിച്ചത്. ആര്? പിണറായി വിജയൻ കാണിച്ചത്. ഇന്നിപ്പോൾ VD സതീശൻ ചോദിച്ചില്ലേ, അദ്ദേഹം പറയില്ലല്ലോ ഞാൻ നരേന്ദ്രമോദിയോട് ചെന്നിട്ട് പറഞ്ഞിട്ടാണ് ഈ റെയ്ഡ് നടത്തിയെന്ന്. അദ്ദേഹം പറയില്ലല്ലോ പിണറായി വിജയൻ. വസ്തുതയാണ്, പിണറായി വിജയൻ അത് പറയില്ല. പിണറായി വിജയൻ പറയുകയാണ്, മറ്റ് CPM നേതാക്കളെല്ലാം പറയുന്ന പോലെ പറയുകയാണ്. VD സതീശൻ ഡൽഹി വരെ പോയിട്ട് നരേന്ദ്രമോദിയെ കണ്ടിട്ട് എൻ്റെ വീട് റെയ്ഡ് നടത്തിയെന്ന് പറഞ്ഞാൽ VD സതീശന് ഇല്ലാത്തൊരു പവർ കൊടുക്കുകയാണ് അദ്ദേഹം. അല്ലെങ്കിൽ ഇല്ലാത്തതെന്നല്ല, VD സതീശൻ അത്രമോ വലിയ നേതാവാണ്. അതായത് ഒരു 2-3 ആഴ്ച മുമ്പ് വരെ പ്രതിപക്ഷ നേതാവായിരുന്ന, കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന് നരേന്ദ്രമോദിയെ ചെന്ന് കണ്ടിട്ട് ഇങ്ങനെയൊരു കാര്യം നടത്താനുള്ള ശേഷിയുണ്ട് എന്ന് പിണറായി വിജയൻ സ്ഥാപിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അത് പിണറായി വിജയൻ ചെയ്യില്ല. പക്ഷേ പിണറായി വിജയന് നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ഇവിടുത്തെ കോൺഗ്രസിനെ വിമർശിക്കണം. അപ്പം എന്താ ചെയ്ത്? രാഹുൽ ഗാന്ധിയെ നേരെ അദ്ദേഹം 3-5 വരിയല്ലേ പറഞ്ഞുള്ളൂ. അതിനകത്ത് ഒരേ ഒരു പേരേ പറഞ്ഞുള്ളൂ, രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞു. എന്താ? രാഹുൽ ഗാന്ധി എന്നെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം കോൺഗ്രസിലേക്ക് ആ കാര്യങ്ങൾ തിരിച്ചു വെക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മറ്റ് സഹമന്ത്രിമാർ പറഞ്ഞതുപോലെ VD സതീശൻ ഇന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന പോലെ നരേന്ദ്രമോദിയോട് ചെന്ന് പറഞ്ഞ് VD സതീശനെ നടപ്പാക്കിയതാണെന്ന ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ ഒട്ടും വെച്ചുമില്ല. കോൺഗ്രസിനെതിരെ അമ്പെയ്തു, പക്ഷേ ഈ ബാലിശമായിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അങ്ങേയറ്റം രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രജ്ഞത പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെയും കാണാം. ഇന്നിപ്പോൾ അദ്ദേഹം ഒന്നിനും വിമർശിക്കാൻ വേണ്ടി പോയിട്ടില്ല. ഈ ED റെയ്ഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് സത്യം പറഞ്ഞാൽ ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഇത്ര ചോദിക്കാത്തതെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. അതായത് കുറച്ചുകൂടെ ചോദ്യം വന്നാൽ ബാക്കിയും കൂടെ പറഞ്ഞേക്കാന്നൊരു മൂഡിലായിരുന്നു അദ്ദേഹം. പക്ഷേ വല്ലാതെ ബുദ്ധിമുട്ടിക്കണ്ട എന്നൊരു തോന്നലുള്ളതോ മറ്റോ അങ്ങനെ അദ്ദേഹം ബുദ്ധിമുട്ടാൻ ആയിരിക്കില്ല അദ്ദേഹത്തിന്. പക്ഷേ ആളുകൾ അങ്ങനെ വല്ലാതെ ഷാർപ്പായിട്ട് ചോദിച്ചില്ല. പക്ഷേ കിട്ടിയ ചോദ്യത്തിന് ഉത്തരവായിട്ട് എന്നെ ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല. ഇത് ഇത്രയും നിങ്ങളുടെ ഒരു തെറ്റ്, മാധ്യമപ്രവർത്തകർ കാണിച്ച ഒരു തെറ്റിനെ മാത്രം അദ്ദേഹം ഫോക്കസ് ചെയ്ത് വെച്ചു. പക്ഷേ ഇതിനകത്ത് ഇവർ തുല്യശക്തികളാണെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരുടെയും മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് എനിക്കുള്ളൊരു ആശങ്ക ഹർഷ. അതൊന്ന് പിണറായി വിജയൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ ഹർഷനി പറഞ്ഞതുപോലെ ഈ കേസ് അത്രക്കങ്ങ് CPMകാർക്ക് തന്നെയും വ്യാഖ്യാനിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കേസായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഈ കേസുള്ള അദ്ദേഹത്തിൻ്റെ മകൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. എന്താ സംഭവം എന്ന് CPMകാർക്ക് ആർക്കും അറിയില്ല. ഇവരൊരാൾ ഒരു വലിയ എങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, ഇത് ഇന്നതാണ് സംഭവം കേട്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് ആത്മാർത്ഥമായിട്ട് ഇടപെടായിരുന്നു. ഇതിലിപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ CPMകാർക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് എവിഡൻ്റാണ്, എല്ലാവർക്കും അതറിയാം. അത് ഈ കേസ് ഇനി ഒരു 5 വർഷക്കാലത്തേക്ക് BJPയുടെ കേന്ദ്ര സർക്കാർ ഇത് നീട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും എന്നൊരു പ്രശ്നമുണ്ട്. മറ്റേ നേതാവിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സാണ് പാർട്ടി,
CPM-നകത്ത് പോലെ ഒരു നേതാവ് പിണറായി വിജയൻ പറഞ്ഞാൽ മുഴുവൻ ആൾക്കാരോട് ഇരിക്കുന്ന പാർട്ടിയല്ല. ഇനിയും കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹാപ്പി ആയിരിക്കും അദ്ദേഹം ചിരിച്ച് പൂക്കിയായിട്ട് സംസാരിക്കുന്ന VD സതീശന്. പക്ഷേ ശല്യപ്പെടുന്ന ചോദ്യങ്ങൾ വന്നാൽ അതേപോലെ പൂക്കിയായിട്ട് തുടരാൻ പറ്റുമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം. ED റെയ്ഡിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടൊടുവിൽ മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലെ റെയ്ഡിനെ വിമർശിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്താണ് കൗതുകകരം? രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്ത വിഷയവുമായി കഴിഞ്ഞ ദിവസത്തെ നടപടികൾ താരതമ്യം ചെയ്യേണ്ടതില്ല എന്നും VD സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. റെയ്ഡിന് ശേഷം പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതാണ് പ്രധാനമായും VD സതീശനെ ചൊടിപ്പിച്ചത്. എന്നാൽ കോൺഗ്രസിനെ വിമർശിച്ചത് പിണറായി വിജയൻ മാത്രമല്ല എന്നതും മുഖ്യമന്ത്രി ഓർക്കണമായിരുന്നു. MK സ്റ്റാലിനും അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. അതേസമയം CMRൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നും VD സതീശൻ സമ്മതിക്കുന്നു. പക്ഷേ ആരൊക്കെയാണ് പണം വാങ്ങിയത് എന്നും എത്ര രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നും വാങ്ങിയ പണം പാർട്ടി അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്നും വ്യക്തമാക്കാനുള്ള ബാധ്യത കൂടി മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിന് മുകളിലേക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ വന്നേക്കും എന്ന് മാത്രം പറഞ്ഞു നോക്കുന്നു.